നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയതിന് എന്തെങ്കിലും അപാകമുണ്ടെന്ന് തോന്നുന്നില്ല. അതിലൊരു തെറ്റ് കാണാനും കാരണമില്ല. നമ്മുടെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധമുള്ള വിഷയങ്ങൾ നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രിയോടല്ലാതെ ആരോടാണ് സംസാരിക്കുക? അതില് നമ്മുടെ ഗവർണറും പങ്കെടുത്തു. അപ്പോൾ അത് പ്രതിപക്ഷം വലിയൊരു ഇഷ്യൂ ആയിട്ട് അങ്ങ് വളർത്തിക്കൊണ്ടുവന്നു. ഇത് ഇനി അടുത്ത തെരഞ്ഞെടുപ്പുകളിലെ കേരളത്തില് BJP-യും അതുപോലെ തന്നെ CPM-ഉം തമ്മിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ധാരണയുടെ റിഹേഴ്സലാണ്. അതിന് നമ്മുടെ ഗവർണർ പാലമായിട്ട് പ്രവർത്തിച്ചു എന്നൊക്കെയാണ് പ്രതിപക്ഷം നിയമസഭയ്ക്ക് പുറത്തൊക്കെ ആരോപിച്ചത്. പക്ഷേ ഈ കൂടിക്കാഴ്ച നമ്മൾ അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം കേരള ഹൗസിൽ വെച്ച് നമ്മുടെ ധനകാര്യമന്ത്രി യാദൃച്ഛികമായിട്ട് കാണുമ്പോഴാണ്. അതുപോലെ ഗവർണറും മുഖ്യമന്ത്രിയും നിർമ്മല സീതാരാമനും ചേർന്ന് യാദൃച്ഛികമായിട്ടൊരു സൗഹൃദ പ്രാതൽ കഴിക്കുമ്പോഴാണ്. അപ്പോഴാണ് ഈ സംശയങ്ങൾ ഉണ്ടാവുന്നത്. അതിനേക്കാൾ നമുക്ക് സംശയം തോന്നുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പില് ആശമാര് 37 ദിവസമായിട്ട് ഒരു വെയിലത്തും തോരാ മഴയത്തും രാവിലും പകലും സമരം ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ നിലവിളി കേൾക്കാൻ സമയമില്ലാത്ത മുഖ്യമന്ത്രി ന്യൂഡൽഹിയിൽ കേരള ഹൗസിൽ വളരെ യാദൃച്ഛികമായിട്ട് നമ്മുടെ ധനകാര്യമന്ത്രിയെ കണ്ടു, സംസാരിച്ചു എന്നുള്ളതാണ്. ഇവരുടെ നിലവിളി കേൾക്കുക എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പോലും. ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടു മുമ്പിലാണ് മുഖ്യമന്ത്രി ഇരുന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. ആ സമരത്തെ കുറിച്ച് അദ്ദേഹം ഇതൊരു വാക്ക് പറഞ്ഞിട്ടില്ല, അവരെ കേൾക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഡൽഹിയിൽ വളരെ തിരക്ക് പിടിച്ച പരിപാടികളുമായി പോകുമ്പോൾ, പാർട്ടി പരിപാടിയുമായിട്ട് പോയതാ, കേന്ദ്ര കമ്മിറ്റി പോലുള്ള കാര്യങ്ങൾ, ഇതിന്റെ തിരക്കിനിടയ്ക്കാണ് അദ്ദേഹം കേരള ഹൗസിൽ വളരെ യാദൃച്ഛികമായിട്ട് ഒരു സൗഹൃദ സംഭാഷണം, നിർമ്മല സീതാരാമൻ, നമ്മുടെ ഗവർണർ, ഇവരെല്ലാം കൂടെ ചേർന്ന്, ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ KV തോമസ്, 4 പേരടങ്ങുന്ന ഒരു കൂടിക്കാഴ്ച. പിണറായി വിജയൻ അതിനെക്കുറിച്ച് നിയമസഭയിൽ പറഞ്ഞത് കേട്ടാൽ തോന്നുക, കേരള ഹൗസിന്റെ വാതിൽക്കൽ രാവിലെ മുഖ്യമന്ത്രിയും പ്രൊഫസർ KV തോമസും കാറ്റുകൊള്ളാൻ നിൽക്കുമ്പോൾ അതുവഴി കാറിൽ കടന്നുപോയതാണ് നിർമ്മല സീതാരാമൻ എന്നാണ്. പിണറായിയെ കണ്ടപ്പോൾ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി, മന്ത്രി കാറിൽ നിന്നിറങ്ങി. അപ്പൊ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും നല്ലൊരു ആതിഥേയനാവുമല്ലോ, നമ്മുടെ കേരള ഹൗസ് അല്ലേ, നമ്മുടെ സ്ഥലമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാ പിന്നെ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. അപ്പൊ ഗവർണറുണ്ട് അവിടെ, കേരള ഹൗസിൽ ഗവർണറുണ്ട് മറ്റൊരു മുറിയിൽ. അപ്പൊ ആളെ വിട്ട് അദ്ദേഹത്തെ കൂടെ വിളിപ്പിച്ചു, അദ്ദേഹം കൂടെ വരട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് അവിടെ കേരള ഹൗസിൽ പുട്ടും കടലയും ഇഡ്ഡലിയും ഒക്കെ കഴിച്ചു എന്നാണ് അദ്ദേഹം നിയമസഭയിൽ പറയുന്നത് കേട്ടാൽ തോന്നുക. ഒരു യാദൃച്ഛികമായ ഒരു സൗഹൃദ സംഭാഷണം. ഗവർണറുടെ കൂടെ പങ്കെടുത്തു. അപ്പൊ ഇത്രയും അടുത്ത് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയുമല്ലോ. ധനകാര്യമന്ത്രിയോടെ കേരളത്തിന്റെ സാമ്പത്തിക വിഷയങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ നിർമ്മല സീതാരാമൻ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു, ரொம்ப പ്രമാദം എന്നൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകി അങ്ങ് പോയി. ഇത്രയേ ഉള്ളൂ എന്നാണ് നമുക്ക് തോന്നുക. ഇതിനിടെ മറ്റൊരു കുരിശുണ്ടായി. നമ്മുടെ സിനിമാ രംഗത്തെ സംഘടനകള് സമരത്തിലേക്ക് പോവുക. ജൂൺ 1-ാം തീയതി മുതൽ സിനിമ ഷൂട്ടിംഗ് നിലച്ചുപോയാൽ പിന്നെ കേരളം സ്തംഭിച്ചു പോകും. അതുകൊണ്ട് വളരെ അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു കേസായിട്ടാണ് സർക്കാർ അതിനെ കണ്ടത്. ബന്ധപ്പെട്ട ആളുകളെ പിടിച്ച് സംസാരിക്കാൻ നമ്മുടെ സംസ്കാരത്തിന്റെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയാനോട് പറഞ്ഞു. അദ്ദേഹം യോഗം വിളിച്ചു. സംഘടനാ പ്രതിനിധികളൊക്കെ വന്നു. അമ്മയുടെ പ്രതിനിധികൾ വന്നില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഈ പ്രതിഫലത്തിന്റെ കാര്യത്തില് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളും തമ്മില് ചില്ലറ സൗന്ദര്യപ്പണക്കമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവരാരും വന്നില്ല, മറ്റുള്ളവരുണ്ടായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ സംസാരിച്ചു. ഏതാണ്ട് ഒരു പരിഹാര നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമരം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സിനിമാ പ്രവർത്തകരുടെ, സിനിമാ സംഘടനക്കാരുടെ സമരം ഏതാണ്ട് നമ്മളൊന്ന് പരിഹരിച്ചു. പക്ഷേ നിർമ്മല സീതാരാമനെ കണ്ട് പ്രാതൽ കഴിക്കാനും അതിലെ ഗവർണറെ കൂടെ വിളിച്ചു വരുത്താനും സിനിമാ സംഘടനാ പ്രതികളുമായിട്ട് ചർച്ച നടത്താനും ഒക്കെ സമയം കിട്ടിയ നമ്മുടെ സർക്കാർ, മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ഈ പാവപ്പെട്ട ജീവനക്കാർ, ആശമാര്, അവർ നടത്തുന്ന ഒരു സമരത്തിൽ അല്പസമയം ചെലവഴിക്കാൻ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ
പ്രതിഫലം അല്ലെങ്കിൽ വേതനം കിട്ടുന്ന ആളുകളായിരിക്കും ഈ ആശമാര്. അവർക്ക് ശമ്പളം എന്ന് പോലും പറയുന്നില്ല, ഓണറേറിയം എന്ന് മാത്രമാണ് പറയുന്നത്. 7,000 രൂപയാണ് പ്രതിമാസം കിട്ടുന്ന ഓണറേറിയം. അതൊരല്പം ഒന്ന് കൂട്ടിത്തരണം, അതൊരു 21,000 രൂപ, 7,000 ഒന്ന് 21,000 രൂപ ആക്കി തരണം. അത് മാത്രമല്ല, അവിടെ ഒരു പ്രശ്നം, നിശ്ചിത പ്രായപരിധി കഴിഞ്ഞാൽ പിന്നെ അവര് റിട്ടയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിരമിക്കുമ്പോൾ ഒരു 5 പൈസ പോലും അവർക്ക് ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതൊരു 5 ലക്ഷം രൂപ, ഒരു വിരമിക്കൽ സമയത്ത് ഒരു 5 ലക്ഷം രൂപ ലഭിക്കണം. ഈ രണ്ട് ചെറിയ നിസ്സാരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 37 ദിവസമായിട്ട് ആശമാര് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്നത്. നമ്മുടെ ആരോഗ്യരംഗത്ത് ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെ അനിവാര്യമാണ്, അവരുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയവുമാണ്, അതിനൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ അവര് ഈ സർക്കാരിനെതിരെ സമരത്തിനിറങ്ങി, പ്രക്ഷോഭത്തിനിറങ്ങി. നിങ്ങൾ എന്താ കരുതിയത്? ആശമാര്, ഞങ്ങൾക്ക് CHUവിന്റെ നേതൃത്വത്തിലൊരു സംഘടനയുണ്ട് ആശമാരുടെ, അവര് നിശബ്ദത പാലിച്ചിരിക്കുക. അവർക്ക് ശമ്പളത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ചെറിയ ശമ്പളം കൊണ്ട് എങ്ങനെ കുടുംബം പുലരും എന്ന കാര്യത്തിലൊന്നും അവർക്ക് യാതൊരു ആശങ്കയുമില്ല. അവരാരും സമരം ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെതിരെ? അതും സാധാരണ സംസ്ഥാന സർക്കാരാണോ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഈ ഗവൺമെന്റിനെതിരായിട്ട്, വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിട്ട് വാണരുടുന്ന ഈ സർക്കാരിനെതിരെ സമരം ചെയ്യാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഇതുവരെ അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടിക്ക് ഒന്ന് ചർച്ച ചെയ്യാൻ വിളിക്കുക, അതുപോലും ഇതുവരെ ഈ സർക്കാരോ ഈ സർക്കാരിനെ നയിക്കുന്ന CPM ചെയ്തിട്ടില്ല. അതിന് പകരം എന്താ ചെയ്യുന്നത്? CPMന്റെയും CPIയുടെയും ഒക്കെ നേതാക്കള് ഇവർക്കെതിരായിട്ട് വഷളത്തരങ്ങൾ വിളിച്ചു പറയുക, അവരെ അധിക്ഷേപിക്കുക, അപമാനിക്കുക. സ്ത്രീകൾക്കൊരു ചെറിയ ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ? അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരാണ് CPM എന്നാണല്ലോ പറയുന്നത്. അതിനുവേണ്ടിയാണല്ലോ ശബരിമല വരെ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തിയത്. ആ പാർട്ടി സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്ന ഈ സാധാരണ സ്ത്രീകളെ, ഞാൻ അവരെ നിസ്സഹായരെന്നോ ദുർബലകളെന്നൊന്നും പറയുന്നില്ല. അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും ശക്തമായ ഒരു സമരമാണ്, അത് നയിക്കുന്ന വളരെ ബലശാലികളാണ് അവരെന്ന് ഞാൻ അവരെ കുറിച്ച് പറയും. പക്ഷേ അവരെ അധിക്ഷേപിച്ച് ഒതുക്കാൻ, അല്ലെ അവരുടെ മനോവീര്യം കെടുത്താൻ, എന്താണ് എളമ്പരം കരീം പറഞ്ഞ CHUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, കേരളത്തിലെ തൊഴിലാളികളുടെ മുഴുവൻ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ട ആളാ. അദ്ദേഹം പറഞ്ഞു വെറുതെ പാട്ടപ്പിരിവുകാരുടെ സമരമാണ്. ഈ CPMകാര് പാട്ടപ്പിരിവും ബക്കറ്റ് പിരിവും നടത്തിയിട്ടില്ലേ? EP ജയരാജൻ നാവെടുത്താൽ നല്ല സ്വർണ്ണ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ പക്കൽ നിന്നുണ്ടാവുക. സമരത്തിന്റെ പിന്നിൽ കുറെ ദുഷ്ട മനസ്സുകളാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പിന്നെ PK ശ്രീമതിയുടെ വാക്കുകൾ കേട്ടല്ലോ. ആ 7,000 രൂപയുടെ മുഴുപ്പിനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞപ്പോ ആ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു കേട്ടോ. CPMന്റെ വനിതാ വിഭാഗത്തിന്റെ നേതാവാ, അഖിലേന്ത്യാ പ്രസിഡന്റോ മറ്റുമാണ് ഇപ്പോഴും. അവരാണ് കേരളത്തിലെ ആശമാരുടെ മെച്ചപ്പെട്ട ജീവിതാവസ്ഥയെക്കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന വരുമാനത്തെക്കുറിച്ച് പരിഹാസത്തോടുകൂടി സംസാരിക്കുന്നത്. ആശമാരുടെ സമരം നടക്കുമ്പോൾ വലിയ മഴയുണ്ടായി. അപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുറെ കുടകൾ അവർക്ക് എത്തിച്ചു കൊടുത്തു. അതിനെപ്പറ്റി ഒരു CHU നേതാവ് ഏത് തരത്തിലുള്ള വഷളത്തരമാണ് പറഞ്ഞത് എന്ന് കേരളം മറന്നിട്ടില്ല. ഇടുക്കിയിലെ പെമ്പിള ഒരുമയുടെ നേതൃത്വത്തിൽ സമരം നടക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MM മണി അവറുകൾ പറഞ്ഞതിനേക്കാൾ വഷളത്തമാണ് അന്ന് ഈ CHU നേതാവ് വിളമ്പിയത്. ഒരു സർക്കാരായാല് അല്പസ്വല്പം മനുഷ്യപ്പറ്റ് വേണം, അവർക്ക് ഒരു മനുഷ്യ മുഖം ഉണ്ടാവണം. നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും പറ്റുകയില്ല. നിങ്ങളൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നേരിടുമ്പോൾ നിങ്ങളുടെ സമീപനത്തിന് ഒരു അല്പം മനുഷ്യത്വം ഉണ്ടായാൽ തന്നെ പകുതി കാര്യമായി. ഈ ആശാ ജീവനക്കാര്, അവരുടെ കാര്യത്തിൽ എന്താണ് ഇത്ര പിടിവാശി? എന്തിനാണ് നിങ്ങൾ അവരോട് ഇത്ര ധാർഷ്ട്യം കാട്ടുന്നത്? സത്യം പറഞ്ഞാല് ഗവൺമെന്റിന് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിക്ക് CPMന് ഇഷ്ടമില്ലാത്ത ഒരു സമരം നടത്തി എന്നതിന്റെ പേരില് ഇതിനെ പൊളിക്കാൻ നിങ്ങൾ നടത്തിയ ശ്രമങ്ങളുണ്ടല്ലോ, സർക്കാരും പാർട്ടിയും. നിങ്ങളുടെ രീതികളിൽ ഏറ്റവും മോശപ്പെട്ട ഒരു മുഖമാണ് അത് കാണിച്ചു തന്നത്. വേനൽ മഴ പെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ സമര പന്തലുകള് പൊളിച്ചു കളയുകയാണ് ചെയ്തത്. ആരെങ്കിലും ചെയ്യും? സ്ത്രീകൾ മാത്രം സമരം നടത്തിക്കൊണ്ടിരിക്കുക രാത്രിയിൽ. അതുപോലെ തന്നെ ഇപ്പോൾ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പകരം ആശാ ജീവനക്കാരെ നിയമിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തി. കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് ഇന്നലെ, അവര് സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിച്ചിരുന്നു.
അതിനെ പൊളിക്കാൻ ഗവൺമെന്റ് എന്താണ് ചെയ്തത്? അതേ ദിവസം ആശാ ജീവനക്കാർക്ക് വേണ്ടി പ്രത്യേക പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ. പക്ഷെ അത് പൊളിഞ്ഞ് പാളിഷായി പോയി. 25,883 പേര് ഇതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷെ സംബന്ധിച്ചത് എത്ര പേരാ? 9,654 പേര് മാത്രം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് CI2വിനോട് അനുഭവമുള്ള ആശമാര് പോലും ഈ പരിശീലന ക്ലാസ്സിന് സംബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ വളരെ എന്താ പറയുക, വില കുറഞ്ഞ പന്നത്തരവെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കേട്ടോ, ആ വാക്കാണ് ഉപയോഗിക്കേണ്ടത്. അതുപയോഗിച്ച് ഈ സമരത്തെ പൊളിക്കാനാണ് ഗവൺമെന്റും CPM-ഉം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാർക്സ് പറഞ്ഞതില് എന്തുകൊണ്ടാണ് ഈ ആശമാരുടെ സമരത്തെ എതിർക്കുന്നത് എന്നുള്ളതിന്റെ വാസ്തവം ഒളിഞ്ഞു കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ആശമാരോടൊന്നും യാതൊരു വിരോധമില്ല. പിന്നെ ഇദ്ദേഹം അങ്ങ് വിരോധിച്ചാലേ, CPM അങ്ങ് വിരോധിച്ചാൽ ഈ ആശമാരെ എന്നെ അടുത്ത് മൂക്കിലോട്ടിട്ട് കളയുന്നു. അവർക്ക് വിരോധമില്ല പോലും. ഒരു 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 സൗജന്യം, ആശമാർക്കൊരു സൗജന്യം, വിരോധമില്ല. പക്ഷെ മറ്റു ചില ആളുകൾ ഈ സമരത്തിൽ ഇടപെടുന്നു. ആരാ ഗോവിന്ദൻ മാഷെ ഈ മറ്റു ചില ആളുകൾ? രാജ്യത്തിന്റെ പുറത്തുനിന്ന് ഏതെങ്കിലും ഭീകര സംഘടനകളിൽപ്പെട്ട ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടോ? രാജ്യത്ത് നിരോധനം നേരിടുന്ന ഏതെങ്കിലും സംഘടനയിൽപ്പെട്ടവര് പങ്കെടുക്കുന്നുണ്ടോ? കേരളത്തിലുള്ളവരാണ്, കേരളത്തിൽ ആശമാരായിട്ട് പ്രവർത്തിച്ചിരുന്നവരാണ്. അവരുടെ സംഘടനാ നേതൃത്വമാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? സമരം ന്യായമാണെങ്കിൽ, അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ അത് പരിഹരിക്കാനാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രമിക്കേണ്ടത്. അല്ലാതെ അതിൽ പങ്കെടുക്കുന്ന ചില ആളുകളെ കുറിച്ച് CPM-ന് എന്തോ സംശയം, അഭിപ്രായ വ്യത്യാസമുണ്ട്. അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഈ സമരം നടത്താൻ ഈ രാജ്യത്ത് അവകാശമുള്ളത്. പലപ്പോഴും നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ അതാ തോന്നുന്നത്, നിങ്ങൾക്ക് കുത്തകയായിട്ട് തന്നിട്ടുള്ള, അട്ടിപ്പേറായിട്ട് തന്നിട്ടുള്ള എന്തോ ഒരു അവകാശമാണ് കേരളത്തിൽ സമരം നടത്താൻ CPM-ന് മാത്രം ഉള്ള അവകാശമെന്ന്. അങ്ങനെയൊന്നുമില്ല. ന്യായമായ ആവശ്യമാണെങ്കിൽ നിങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. സെക്രട്ടേറിയറ്റിലും AKG സെന്ററിലും ഈ അധികാരത്തിന്റെ ചെങ്കോലും പിടിച്ചുകൊണ്ടിരിക്കുന്നവർ ഓർക്കുക, ഇതേപോലെ ജനകീയ പിന്തുണ ലഭിച്ച ഒരു സമരം അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കണം. CPM ഉടനെ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുക, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക്, അത് കഴിഞ്ഞ് നിയമസഭ. ജനങ്ങളുടെ ചിന്ത, അവരുടെ മാനസിക വ്യാപാരങ്ങളെ മനസ്സിലാക്കണം നിങ്ങൾ, അവരുടെ പൾസ്, അവരുടെ നാടിപിടിപ്പ്. പറഞ്ഞല്ലോ, ഇതുപോലെ ജനപിന്തുണ കിട്ടിയ ഒരു സമരം അടുത്ത കാലത്ത് ഏതാണ് ഉണ്ടായിട്ടുള്ളത്? യാതൊരു സംശയവും വേണ്ട. അവരുടെ ഈ നിസ്സാരമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. ഇപ്പോൾ തന്നെ ഗോവിന്ദൻ മാഷ് പറഞ്ഞു കഴിഞ്ഞു, ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി സമരക്കാരുമായിട്ട് സംസാരിക്കണമോ എന്ന് ഞങ്ങളൊന്ന് ആലോചിക്കാമെന്ന്. അത്രയും വന്നിട്ടുണ്ട് താഴോട്ട്. അതുപോലെ തന്നെ ഈ 7,000 രൂപ ഓണറേറിയം കിട്ടുന്നതിന് 10 ഉപാധികൾ ഉണ്ടായിരുന്നു. ആ 10 നിർവഹിച്ചാലേ മുഴുവൻ ഓണറേറിയം കിട്ടത്തുള്ളൂ. ഏതെങ്കിലും ഒന്നും നിർവഹിച്ചില്ലെങ്കിൽ 700 രൂപ കട്ട് ചെയ്യും. പക്ഷെ ഈ 10 ഉപാധികൾ പിൻവലിക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചു നിർബന്ധിതമായി. ഇനി അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് ചർച്ച നിങ്ങൾ ചെയ്യേണ്ടി വരും. ഈ ഉപരോധ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പെമ്പിളയൊരുമയുടെ നേതാവ് ഗോമതി നടത്തിയ പ്രസംഗം, അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ പറഞ്ഞത്, നീങ്കളും ഉങ്ക കുടുംബവും വാഴുവത് നാങ്കൾ നൽകും വരിപ്പണത്താൽ താൻ. അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, തമിഴാണെന്നേ ഉള്ളൂ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും 4 നേരം വെട്ടി വിഴുങ്ങുന്നത് ഞങ്ങൾ തരുന്ന നികുതിപ്പണം ഉപയോഗിച്ചാണ് എന്നാണ്. അതുകൊണ്ട് അല്പം മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ, അല്പം ലജ്ജ, അല്പം വകതിരിവ് ഉണ്ടെങ്കിൽ ദയവേത് ദന്തഗോപുരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരണം. ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടി. എന്നിട്ട് അവരോട് സംസാരിക്കണം, അവർക്ക് ന്യായമായത് ചെയ്തു കൊടുക്കണം. അപ്പോഴാണ് ഒരു സർക്കാരിന്റെ ധർമ്മം നിർവഹിക്കപ്പെടുക.